Good morning all. ഷിഫിദ മാം സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ അല്ലെ? അല്ലേ ഓടില്ല. എല്ലാവരും നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് അറിയാം. എല്ലാവർക്കും വളരെ സമാധാനപൂർണമായിട്ടുള്ള പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു മോർണിംഗ് ആശംസിക്കുകയാണ്. എനിക്കൊന്ന് പെമ്പിള്ളെ മറ്റേതൊരു വേദിയിൽ പോകുന്നതിനേക്കാളും എപ്പോഴും ഓഡിയൻസ് കൂടുതലുള്ളത് ഇവിടെയാണ്. പറയുമ്പോൾ അത് 5:30 അല്ലെ, നല്ലൊരു നമുക്ക് പറ്റിയ നല്ലൊരു സമയമാണ്. എന്നിരുന്നാൽ കൂടി ഏറ്റവും കൂടുതൽ ഓഡിയൻസിനെ കാണുന്നത് ഇവിടെയാണ്. അപ്പൊ അതിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യണം. മാത്രമല്ല ഏറ്റവും കൂടുതൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടക്കുന്നതും മോർണിംഗ് സർക്കിളാണ്. അതുപോലെ തന്നെ നമ്മുടെ സജനാമ അല്ലെ, പുള്ളിക്കാരത്തി രാവിലെ അങ്ങ് ഓണായാൽ പിന്നെ വൈകുന്നേരം രാത്രി 10-11 മണി ഉറങ്ങുന്നത് വരെ ആൾ എൻഗേജ്ഡാണ്, ഫുള്ളി എൻഗേജ്ഡാണ്. എന്നിട്ടും മോർണിംഗ് സർക്കിള് ഒരു ഭംഗവും കൂടാതെ വളരെ നന്നായിട്ട് അല്ലെ, നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല. മാത്രമല്ല എന്റെ ഇടയിൽ വെച്ചിട്ട് ആളുകൾ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ വന്നിട്ട് കഥകൾ പറഞ്ഞിട്ടും ഓരോരോ കാര്യങ്ങളിലൂടെ ആ ഒരു അരമണിക്കൂർ പുള്ളിക്കാരത്തി ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത് റിയലി അപ്രിഷിയേറ്റബിൾ ആണ്. അപ്പൊ എന്നെ അറിയാത്ത ഒരുപാട് പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആ ഗ്രൂപ്പിലൊന്നും ആക്റ്റീവ് അല്ല. എന്തെങ്കിലും 2 വാക്ക് ഉരിയാടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോഴൊക്കെ വരും. വന്നിട്ട് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും. ഇതിനൊരു അവസാനം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ സ്കിപ്പ് അടിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം അത്രയും ആക്റ്റീവാണ് ഇതിലുള്ള സ്ഥിരമായിട്ട് വരുന്ന നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ എനിക്കൊരു വാക്ക് ഉരിയാടാൻ പറ്റാറില്ല. അപ്പൊ എന്നെ അറിയാത്ത ഒരുപാട് പേര് ഇതിനകത്തുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷഫീദ സൂന. ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. ഓട്ടിസത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. വിമ്പിളുടെ കീഴിൽ ഓട്ടിസം മാനേജ്മെന്റ് കോഴ്സ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മലപ്പുറം കാളികാവാണ് സ്വദേശം. കാളികാവ് ബസ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്റെ കാര്യങ്ങളെന്ന് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നിങ്ങളവിടെ ഉണ്ടല്ലോ അല്ലേ? ഹലോ, ഉണ്ട് മാം, ഉണ്ട്. ഓക്കെ. അപ്പൊ അൺടീച്ചിങ് ലെസൺസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സജ്ന മാം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. അൺടീച്ചിങ് ലെസൺസ് എന്ന് പറയുമ്പോ എന്താണ്? നമ്മള് സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചെന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടില്ലേ? ആ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് തിയറീസ് ആയിക്കോട്ടെ, ഇക്വേഷൻസ് ആയിക്കോട്ടെ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, കൺസെപ്റ്റുകളായിക്കോട്ടെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങളൊക്കെ പല അവസരങ്ങളിൽ പല സമയങ്ങളിൽ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് പഠിക്കാതെ പോയ കുറെ പാഠങ്ങളുണ്ട്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട കുറെ കാര്യം. അതായത് നമ്മുടെ പാരന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിൽ നിന്ന്, നമ്മുടെ സിബ്ലിങ്സിൽ നിന്ന്, റിലേറ്റീവ്സിൽ നിന്ന്, നമ്മുടെ നൈബേഴ്സിൽ നിന്നും ഒക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ട, ഫ്രണ്ട്സിൽ നിന്നൊക്കെ കൊളീഗ്സിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട കുറെ പാഠങ്ങളുണ്ട്. അത് പലതും നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല, അതല്ലെങ്കിൽ പലതും തെറ്റായിട്ട് പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ അൺടീച്ചിങ് ലെസൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സെൽഫ് വർത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, നമ്മൾ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ, നമ്മുടെ പണത്തോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ അൺടീച്ചിങ് ലെസൺസ് കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പെറുക്കിയെടുത്തിട്ടുള്ള നമുക്കൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു സംഗതികളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അൺടീച്ചിങ് ലെസൺസ് ആണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫായിട്ട് മാറുന്നത്. അതായത് നമ്മളെ ആരോ തെറ്റായിട്ട് പഠിപ്പിച്ചു പോയത് കാരണം നമ്മൾ പിന്നീട് അതിനകത്ത് കുടുങ്ങി പോവാണ്.
നമ്മൾ അത് തന്നെയാണ് ശരിയായിട്ടുള്ള ഒരു വിശ്വാസം എന്നുള്ള രീതിയിൽ നമ്മൾ അതങ്ങനെ വിശ്വസിച്ചു പോവുകയാണ്. നമ്മൾ അറിയുന്നില്ല അതൊരു ലിമിറ്റിംഗ് ബിലീഫാണ് എന്നുള്ളത്. ഇത് എന്താന്ന് വെച്ചാല് നമ്മുടെ മുന്നോട്ട് പോക്കിന് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കുന്നതിൽ നിന്ന് നമ്മളെ പിറകോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ്. കേൾക്കുമ്പോ നമുക്കത് നിസ്സാരമായിട്ടൊക്കെ തോന്നും, പക്ഷെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം നമ്മളത് പിറകോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇതെങ്ങനെയാ രൂപം കൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ, അതായത് നമ്മുടെ ചൈൽഡ്ഹുഡ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആണ് നമുക്ക് ഇങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ. ചെറുപ്പത്തിലുള്ള കുറെ അനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ചില പേടികളിൽ നിന്ന്, അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ നിന്നൊക്കെ ആണ് നമുക്ക് ഇത്തരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫിലോട്ട് നമ്മൾ എത്തിപ്പെട്ടത്. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെ, അതിൽ ഒന്നാമത്തെ എന്താണ് പറയുന്നത്, യു മസ്റ്റ് ബി പെർഫെക്റ്റ് ടു ബി ലവ്ഡ് എന്ന്. അതായത് നമ്മള് എന്ത് കാര്യം പരിപൂർണതയോടുകൂടി ചെയ്താൽ മാത്രമാണ് ആളുകൾ നമ്മളെ സ്നേഹിക്കുക, അതല്ലെങ്കിൽ ആളുകൾ നമ്മളെ അംഗീകരിക്കാം, പരിഗണിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ നമ്മൾ ഒരു പെർഫെക്ഷനിസം ഉള്ള ഒരാൾക്ക് മനസ്സിലാവും അത് എത്രമാത്രം അയാളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം. കാരണം നമ്മൾ ഈ ഒരു വിശ്വാസത്തിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് തന്നെ ഒരു ടാസ്ക് നമുക്ക് സമയബന്ധിതമായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതൊക്കെ തീർക്കണം എന്നുള്ളതല്ല, ഇത് ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കും. എത്ര നന്നാക്കിയാലും നമുക്ക് മതിയാവുകയില്ല. നമ്മൾ വിചാരിക്കും സംഗതി ഉള്ളിൽ കുറച്ചധികം നിഷ്കളങ്കത ഉള്ളത് കൊണ്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ആളുകളുടെ മുന്നിൽ പോകുന്നത് ശരിയല്ലല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യണ്ടേ, ഭംഗിയായിട്ട് ചെയ്യണ്ടേ എന്നാണ്. പക്ഷെ ഇത് മിനുക്കി 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 എന്താണ് ഉണ്ടാകുന്നത്, കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് സമയബന്ധിതമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത് കാര്യം പലപ്പോഴും ഈ പെർഫെക്ഷനിസം ഉള്ളവർക്ക് അതിന് കഴിയാറില്ല. അവർക്ക് ഡെഡ് ലൈൻസ് ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയാറില്ല എന്നുള്ളതാണ് വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യം. അവർ പണിയെടുക്കാത്തത് കൊണ്ടോ മെനക്കെടാത്തത് കൊണ്ടോ അവരുടെ ഉള്ളിൽ ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ടോ ഒന്നും അല്ലാതെ ഇതൊക്കെ കൂടിപ്പോയത് കൊണ്ടാണ്. ഇതിനെ ഒരു ലിമിറ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മാത്രമല്ല അവരെപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രയാസമാണ് പ്രോക്കാസ്റ്റിനേഷൻ. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മടിയാണെന്ന്. ഒരിക്കലുമല്ല, പ്രോക്കാസ്റ്റിനേഷൻ മടിയല്ല. മടിയന്മാർക്ക് ഒന്നും ചെയ്യേണ്ട, ഒന്നിനെ കുറിച്ച് ചിന്തയില്ല, അങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു അഴകുഴഞ്ച സമീപനം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഇവർക്ക് ഈ പെർഫെക്ഷനിസം ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ പേടി ഉണ്ടാവും. നമ്മളിപ്പോ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ പാളിപ്പോയാലോ, പാളിപ്പോയാല് ആളുകൾ അയ്യെന്ന് പറയില്ലേ. നമ്മൾ ഇത്രയും മെനക്കെട്ടിട്ട് പിന്നെ അതിന്റെ റിസൾട്ട് അങ്ങനെ ആവാൻ പാടും. അങ്ങനെ ആ റിസൾട്ട് ആയാലും അത് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താണ് ടാസ്ക് പേടിച്ചതുകൊണ്ട്, ഈ പേടിയുള്ളത് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഈ ടാസ്ക് ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കും ഇവര്. ഈ റിസൾട്ടിന് ഫേസ് ചെയ്യാനൊരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട്. അതിനെയാണ് പലപ്പോഴും അതാണ് ശരിക്കും എന്താണ് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. അതായത് ഞാൻ അത്ര നല്ലതല്ലേ, ഞാൻ ചെയ്യുന്നില്ലേ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള ഒരു പേടിയും ഉള്ളിനുള്ളിൽ ഇവർക്ക് വന്നു പോകും. അതുപോലെ മിസ്റ്റേക്കുകളെ ഭയമാണ്, തെറ്റുപറ്റുന്നതിന്. അതാണല്ലോ ഈ റിസൾട്ടിന് പേടിക്കുന്നതിന്റെ കാരണം. അതുകൊണ്ടാണ് പ്രോക്കാസ്റ്റിനേഷൻ ഉള്ളത്. ഇതിന്റെ ഒക്കെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, പെർഫെക്ഷനിസം ആണ്. പിന്നെ ഓവർ തിങ്കിങ് ആണ്. അപ്പൊ അതായത് ഒരേ ടാസ്കിൽ തന്നെ ഒരുപാട് സമയം ചിന്തിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു കാര്യം ചെയ്യാനെടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിപ്പോ അങ്ങനെ ചെയ്യാണ്ടല്ലോ, ഇങ്ങനെ ചെയ്യാണ്ടല്ലോ, ഞാൻ ഇത് എപ്പോഴാ തീർക്കുക, എങ്ങനെയാ ചെയ്യാം, ഇത് എങ്ങനെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആ സമയത്തിനുള്ളത് തീർക്കുക എന്നുള്ളതല്ല അവർ ചിന്തിക്കുക. മറിച്ചിട്ട് ഇത് എങ്ങനെ നന്നാക്കാം ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ ടൈം വേസ്റ്റ് ചെയ്യും. അതായത് നന്നാക്കി എടുത്തിട്ട് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിലും അവരെ മോശമായിട്ട് ബാധിക്കും. കാരണം അവരെല്ലാവരും എടുക്കുന്ന ഒരു 100% എക്സ്പെക്ട് ചെയ്യും. അവർ സിൻസിയർ ആയിരിക്കും, അവർ ഇന്നസെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എടുക്കുന്നത് എന്താണ്, ആ 100% അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും.
അത് പലപ്പോഴും നല്ലതല്ല അല്ലേ? കാരണം ആളുകൾക്കൊക്കെ എന്താണ് പലപ്പോഴും നല്ലതല്ല. കാരണം എല്ലാ മനുഷ്യരിലും ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആവണം. അല്ലാതെ ഒരാളും നമ്മളോട് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് പെരുമാറും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്, അതായത് പിന്നെ മിസ്റ്റേക്ക് പറ്റുന്നത് പേടിയാണ്, റിസൾട്ടിന് പേടിയാണ്, അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഡിലേ ആക്കി വരികയാണ്. ഇതൊക്കെ കൂടെ ചിന്തിച്ചിട്ട് ഭയങ്കര ഓവർവെൽമഡ് ആവുന്ന കണ്ടീഷനൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് എപ്പോഴും ബേൺ ഔട്ട് ആയിരിക്കും. കാരണം കോൺസ്റ്റന്റ് പ്രഷർ ആണല്ലോ, എന്ത് സംഭവിക്കും, എപ്പോഴാണ് ഇത് തീരുക, എപ്പോഴാണ് അത് ശരിയാവുക എന്നുള്ളൊരു ആ ഒരു പ്രഷർ കാരണം ഇവർ എന്താണ് എപ്പോഴും ഭയങ്കര ബേൺ ഔട്ട് ആയിരിക്കും ആളുകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർഫെക്ഷൻ. ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് ഏകദേശം ഈ ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ഒരു 10-30 വർഷത്തോളം ഇത് നല്ല ക്വാളിറ്റി ആണെന്ന് വിചാരിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ ഇപ്പൊ നമുക്ക് തിരിച്ചറിയാം ഇത് ഓക്കെ അല്ല, നല്ലതല്ല, ഇത് നമ്മളെ തന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം. എങ്കിൽ പോലും ഇത്രയും വർഷം ഇങ്ങനെ ജീവിച്ചത് കാരണം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ക്രമേണ റിസൾട്ട് കാണാൻ പറ്റും. ഇനി അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉള്ള എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ക്രൈം ഈസ് എ വീക്ക്നെസ്. അതാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കരച്ചിൽ ഒരു ദൗർബല്യമാണ്. കരച്ചിൽ എന്താണ് ഒരു മോശം കാര്യമാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ ഒരു ബലഹീനതയുടെ സിമ്പലാണ് കരച്ചിൽ എന്നൊക്കെയാണ് നമ്മളിങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ശരിക്കും നമുക്ക് തന്നെ അറിയാം അല്ലെ? നാളിപ്പോ എല്ലാരും പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കുറെ ഇമോഷൻസിന് വാഷ് ഔട്ട് ചെയ്ത് കളയാനുള്ളൊരു സംവിധാനമാണ് കരച്ചിൽ എന്ന് പറയുന്നത്. പക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നത് തന്നെ എങ്ങനെയാണ്? ഒരു കരച്ചിലൂടെയാണ് അല്ലെ? ഇപ്പൊ അത് മോശം സംഗതിയാണെങ്കിൽ നമ്മൾ അങ്ങനെ പുറത്തോട്ട് വരും ഇല്ല. നമുക്ക് ജീവനുണ്ട്, നമ്മളെ അലൈവാണ്, ഞാനിവിടെ ഉണ്ട് ട്ടോ എന്ന് പറയുന്നതിന്റെ അടയാളമാണ് ആ കരച്ചിൽ അല്ലെ? നമ്മൾ ജീവിച്ചിരിക്കുന്നതിന്റെ സിമ്പിൾ. പിന്നെ അതെങ്ങനെ മോശമാവുക? പക്ഷെ നമ്മളെ ചെറുപ്പത്തിലേ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ കരയുമ്പോൾ തന്നെ നമ്മൾ ചുറ്റുവട്ടം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എന്താണ്? കരയാൻ പാടില്ല, കരയാൻ പാടില്ല, കരയാൻ നല്ല കുട്ടികൾ കരയില്ല, സ്ട്രോങ് ആയിട്ടുള്ള മക്കൾ കരയില്ല. ഇത് ഏറ്റവും ഇരയായിട്ടുള്ളത് ആണുങ്ങളായിരിക്കും അല്ലെ? ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങൾ അവർ ചെറുപ്പത്തിലേ കേൾക്കുന്നത് ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നുള്ളതാണ്. എന്താ, ആൺകുട്ടികൾക്ക് ഇമോഷൻ ഒന്നുമില്ലേ? ഇവരെപ്പോഴും നമ്മുടെ സമൂഹം കരച്ചിലിന്റെ ഒരു മോശമായിട്ടൊരു ദൗർബല്യമായിട്ടാണ് കാണുന്നത്. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. നമ്മുടെ കാലങ്ങളായിട്ട് ഇത് വിശ്വസിച്ച് പോരാണ്. പ്രത്യേകിച്ച് ആണുങ്ങൾ ഒക്കെ അങ്ങനെ അങ്ങനെ വളർത്തിയത് കൊണ്ട് തന്നെ അവർ വിശ്വസിച്ച് പോകും ഞാൻ ആണാണ്. അപ്പൊ എന്ത് സിറ്റുവേഷൻ വന്നാലും വീട്ടിലൊരാൾ മരിച്ചാൽ പോലും ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവരെന്താണെന്നറിയും, അവരുടെ പല ഇമോഷൻസ് അവിടെ കെട്ടിക്കിടക്കുക. അവരതിനെ ഒഴുക്കി വിടുന്നില്ല. ഒഴുക്കി വിടാൻ ക്രമേണ അവർക്ക് കരയാൻ അറിയില്ല. അതൊരു ശരിക്കും കരച്ചിൽ എപ്പോഴാ വരിക? കാരുണ്യമുള്ളവന്റെ കണ്ണിലാണ് കണ്ണുനീര് വരിക. കാരുണ്യത്തിന്റെ ഒരു സിമ്പലാണ് കരച്ചിൽ എന്ന് പറയുന്നത് അല്ലെ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് കണ്ണുനീരിനെ കുറിച്ച്. നമുക്ക് 3 ടൈപ്സ് ഓഫ് ടീയേഴ്സ് ഉണ്ട്. അതിലൊന്ന് പറയുന്നത് ബാസൽ ടീയേഴ്സ് ആണ്. അത് കണ്ണിന് ഒരു പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ബാസൽ ടീയേഴ്സ്. അതിനകത്ത് ഒരുപാട് വാട്ടർ കണ്ടന്റും മ്യൂക്കസും ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കണ്ണുനീരാണ്. അത് നമ്മുടെ കണ്ണിന് എപ്പോഴും എന്താണ് പിന്നെ നനവുള്ളതായിട്ട് ആർദ്രമായിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നൊന്ന് റിഫ്ലക്സ് ടീയേഴ്സ്. റിഫ്ലക്സ് ടീയേഴ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്തിനോടെങ്കിലും ഒരു കോണ്ടാക്ട് വരുമ്പോൾ, അതായത് ഇപ്പൊ നമ്മൾ പിന്നെ സവാളയൊക്കെ കട്ട് ചെയ്യില്ലേ, ആ സമയത്ത് നമ്മുടെ കണ്ണിന്ന് ഓവറായിട്ട് കണ്ണുനീര് വരുന്നുണ്ട് അല്ലെ? അതിൽ എന്തെങ്കിലും ഓവറായിട്ട് ബ്രൈറ്റ് ലൈറ്റിനോട് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കണ്ണുനീര് വരും. അതുപോലെ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് കണ്ണിൽ വീഴുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസിനോട് നമുക്കൊരു കോണ്ടാക്ട് വരുന്ന സമയത്തൊക്കെ നമ്മുടെ കണ്ണെന്നറിയും. അതിനെയാണ് റിഫ്ലക്സ് ടീയേഴ്സ് എന്ന് പറയുന്നത്. അതും ശരിക്കും എന്താണ്, ആ ഇറിറ്റൻസിനെ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ണുനീരാണ്. പക്ഷെ നമുക്കിവിടെ ബന്ധപ്പെട്ടെടുക്കുന്ന കണ്ണുനീര് ഏതാണ്? ഇമോഷണൽ ടീയേഴ്സ് ആണ് നമ്മുടെ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇമോഷണൽ ടീയേഴ്സ്. ഇമോഷണൽ ടീയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീപ്പ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡീപ്പ് ഇമോഷൻ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും സങ്കടം തന്നെ ആവണമെന്നില്ല. നമുക്ക് ആനന്ദ കണ്ണീര് വരും ഇല്ലേ? സന്തോഷത്തിൻ്റെതായിട്ടുള്ള കണ്ണീരുണ്ടാവും. വേദനകൾ വരുമ്പോൾ നമ്മൾ കരയുമല്ലോ ഇല്ലേ? റിലീഫ് വരുമ്പോൾ നമ്മൾ കരയും ഇല്ലേ? അപ്പൊ ഈ ഡീപ്പ് ഇമോഷൻസിനെയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേ ആണ് കരച്ചിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്താണ് ഒരുപാട് ഹോർമോൺസ്, സ്ട്രെസ് ഹോർമോൺസ് അതിനകത്തുണ്ട്. അതുപോലെ എൻഡോർഫിൻ പോലുള്ള പെയിൻ കില്ലർ, നാച്ചുറൽ പെയിൻ കില്ലർ അതിനകത്തുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് കരയുമ്പോൾ നമ്മൾ പറയില്ലേ, കരയുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആവുന്നുണ്ട്, കരയുമ്പോൾ നമ്മളൊന്ന് പിന്നെ കുറച്ചുകൂടി എന്താണ് സമാധാനത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം അതാണ്.
എന്താണ് ഇമോഷണൽ ഈ ഹോർമോൺസ് എല്ലാം അതിനകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഓക്കെ ആയി മാറുന്നത്. അപ്പൊ കരച്ചില് മോശം കാര്യമല്ല. ഇനി അടുത്തത് യു യു മസ്റ്റ് പ്ലീസ് എവറി വൺ. എല്ലാവരെയും ഹാപ്പി ആക്കണം എന്നുള്ളൊരു ധാരണ. അവരും എന്താണ് ഈ ഓവർ നിഷ്കളങ്കത ഉള്ളതുകൊണ്ടാണ് എല്ലാവരെയും ഹാപ്പി ആക്കണം. ഞാൻ അവരെ കൊണ്ട് മോശം പറയിപ്പിക്കാൻ പാടില്ല, ഇവരെ വിഷമിപ്പിക്കാൻ പാടില്ല, ആരും വിഷമിക്കരുത്, ചുറ്റുള്ള ഒരാളും വിഷമിച്ച് പോകരുത്. അതുകൊണ്ടാണ് അവരെപ്പോഴും എന്ത് ചെയ്യുന്നത്, എല്ലാവരെയും പ്ലീസ് ചെയ്യുന്നത്. ചുമയുണ്ട് അതുകൊണ്ടാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഞാനൊരു കഥ പറയാം. അതായത് ഒരു ആനിമൽ പേര് എനിക്ക് ഓർമ്മയില്ല. ആനിമൽ ഒരു ചിത്രം വരക്കും. ചിത്രം വരച്ച് നല്ല ഭംഗിയുള്ള പിക്ചറാണ് വരയ്ക്കുക. വരച്ചു കഴിഞ്ഞിട്ട് കാട്ടിലെ ഓരോ മൃഗങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ചിത്രം കാണിച്ചു കൊടുക്കും. അപ്പൊ ആദ്യമായിട്ട് വരുന്നത് അവിടത്തേക്ക് ആനയാണ്. ആന വന്നൊരു ചിത്രം കണ്ടപ്പോ ആ ചിത്രം കൊള്ളാലോ, പക്ഷെ ഇതിനകത്ത് കരിമ്പൊന്നും ഇല്ലല്ലോ, പനയൊന്നും കാണാനില്ലല്ലോ, അതും കൂടെ വരച്ചു ചേർക്കുന്നത്. ആന പോകും. അപ്പൊ ഇയാൾ കാര്യമാണ് വിചാരിച്ചിട്ട് കുറച്ച് കരിമ്പും തോട്ടവും പാനയും ഒക്കെ കൂടെ വരച്ചു ചേർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കരടിയാണ് വരിക. അപ്പൊ കരടിനോട് ചോദിക്കും എങ്ങനെയുണ്ട് ചിത്രം, എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ ചിത്രം കൊള്ളാം, പക്ഷെ ഇതിനകത്ത് തേൻകൂടങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും. അങ്ങനെ കുറെ തേൻകൂട്ടങ്ങളൊക്കെ പിന്നെ വരച്ചു ചേർക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് റാബിറ്റാണ്. റാബിറ്റ് നോക്കും, ചിത്രം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, പക്ഷെ എന്താണെന്നറിയാം, ഇവിടെ എത്ര നോക്കിയിട്ടും ക്യാരറ്റ് ഒന്നും കാണാനില്ല. അങ്ങനെ പിന്നെ അതിനകത്ത് ക്യാരറ്റ് വരച്ചു. അങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും അവർക്ക് ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും പറയും. ചുരുക്കി പറഞ്ഞാൽ ഈ ചിത്രത്തിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയില്ലേ സകല ഗുലാബിയാകാന്ന് പറയില്ലേ, അതുപോലെ ഒരു അവസ്ഥയാണ്. ശരിക്കും ആ ചിത്രകാരൻ വരച്ചിട്ടുള്ള ചിത്രമാണ് അയാളുടെ ഉള്ളിലുള്ള തീം, അല്ലേ? അതാണ് ഭംഗിയുള്ളത്. കാരണം അത് ഒരൊറ്റ തീമിനെ ബേസ് ചെയ്തിട്ട് അയാൾ വരച്ച കാര്യമാണ്. ബാക്കിയൊക്കെ ബാക്കിയുള്ളവരുടെ കോൺട്രിബ്യൂഷനാണ്. അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത് അതൊക്കെയാണ് വരച്ചത്. മൊത്തത്തിൽ ആ ചിത്രത്തിന്റെ ഫൈനൽ ഔട്ട്ലുക്ക് ആകെ മാറി പറഞ്ഞിട്ടുണ്ടാവും. ആ തീമിൽ നിന്നൊക്കെ എപ്പോഴേ വ്യതിചലിച്ച് പോയിട്ടുണ്ടാവും. ഇതുപോലെയാണ് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുക. നമ്മൾ വിചാരിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തില്ല. നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. പക്ഷെ ഇവർക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ, ഇവർ ചെറുപ്പം മുതലേ ഇവര് ചിലപ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ നന്നായിട്ട് ബിഹേവ് ചെയ്തപ്പോ വീട്ടിലുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും അത് കുട്ടി നല്ല കുട്ടിയാണ്, അങ്ങനെ ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല അവന്, പിന്നെ കാര്യങ്ങളെല്ലാം ആരുടെയും കാര്യങ്ങൾ നോക്കിയിട്ടേ ചെയ്യുള്ളൂ, അങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഈ കുട്ടി അത് ചെറുപ്പത്തിലാ കേൾക്കുന്നത്, വളരെ ചെറിയായിരുന്നു. ഓക്കെ, നല്ല ക്വാളിറ്റിയാണ് അപ്പൊ എന്നെ കുറിച്ച് എല്ലാവരും പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കണം, ആ കുട്ടി വിശ്വസിച്ചു പോവാണ്. അതാണ് ഈ കുട്ടി വളരുന്തോറും വിശ്വാസം കൂടാവും. പിന്നെ ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബാക്കിയുള്ളവരുടെ ഒരു അഭിപ്രായം ആരാഞ്ഞുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവർ ഓക്കെ എന്ന് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് ഓക്കെ ഇത് ഓക്കെ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണ്, നമ്മൾ കംഫർട്ടാണ് അത് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ കംഫർട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ പോലും ബാക്കിയുള്ളവർ ഓക്കെ പറയേണ്ട ഒരു പരിതാപകരാവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. ഇവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. കാരണം എന്താ, എപ്പോഴും ബാക്കിയുള്ളവരുടെ ഒരു അപ്രൂവലിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കല്. അതാണ്. അതുപോലെ ഒരിക്കൽ ഒരാളോടത്ത് നോ പറയാൻ കഴിയില്ല. അതാണ് ഇവരുടെ വലിയൊരു വീക്ക്നെസ്. നോ പറയാൻ കഴിയില്ല. ഈ നോ പറയാൻ കഴിവില്ലായ്മയെ ഇവരുടെ ചുറ്റുള്ള ആളുകൾ നന്നായിട്ട് ചൂഷണം ചെയ്യുകയും ചെയ്യും. അത് ഈ പാവങ്ങൾ തിരിച്ചറിയില്ല. തിരിച്ചറിഞ്ഞാൽ പോലും അവർക്ക് കഴിയില്ല നോ പറയാൻ. അതുപോലെ അവർ ഭയങ്കര എന്താണ് ഇപ്പൊ ആരെങ്കിലും അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ അങ്ങനെ അൺഅപ്രീഷിയേറ്റഡ് ആണോ എന്നുള്ളൊരു ഫീൽ ഇവരുടെ ഉള്ളിൽ വന്നു പോകും. എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് ഇവരനുസരിച്ചില്ലെങ്കിൽ, അഥവാ നോ പറയേണ്ട ഒരു സിറ്റുവേഷൻ ഇവർക്ക് വന്നു കഴിഞ്ഞാൽ പോലും നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടൂലേ, അങ്ങനെ ഒരു പേര്. എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിരിക്കും ഇവര്. കാരണം എന്താണ്, ഈ നോ പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഓരോ ടാസ്കുകൾ ഇവരെല്ലാരും ഇവരെ എടുത്ത് ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. അതൊന്നും നോ പറയാൻ കഴിയില്ലല്ലോ, അപ്പൊ അതൊക്കെ ഏറ്റെടുക്കും. പിന്നെ അതിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അതുപോലെ ലാക്ക് ഓഫ് ബൗണ്ടറീസ്, അല്ലെ? ഇവർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയില്ല. നമുക്ക് എന്തൊക്കെ ആയാലും നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. നോ പറയേണ്ടടുത്തൊക്കെ നമ്മൾ നോ പറയാൻ തന്നെ പഠിക്കും. പക്ഷെ ഈ പാവങ്ങൾക്ക് അതിന് കഴിയില്ല എന്നുള്ളതാണ് വലിയൊരു ഖേദകരമായിട്ടുള്ള ഒരവസ്ഥ. അതുപോലെ ഇമോഷണൽ ബേൺ ഔട്ട്, അത് ഉറപ്പായിട്ടുണ്ടാവും. കാരണം എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇമോഷണൽ ബേൺ ഔട്ട് ഉണ്ട്. ഒരു നമ്മൾ കംഫർട്ട് ആണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ പോലും മറ്റൊരാളുടെ അപ്രൂവൽ വേണമെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് അയാൾ അത്രയും എന്താണ് ഡിപ്പെൻഡന്റ് ആണ്. മാത്രമല്ല ഒരാളോട് നോ പറയാൻ പറ്റുന്ന ഒരുപാട് ടാസ്കുകൾ നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ട് വരും. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ മൊത്തത്തിൽ എന്താണ് ഇയാൾ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പൊ ഒരാളെ പ്ലീസ് ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു പാടൊന്നും ആരും ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടില്ല. അതുപോലെ ചേഞ്ച് ഇസ് എ ത്രെറ്റ്, അല്ലേ? മാറ്റം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പേടിയുള്ള ഒരു കാര്യമാണ്. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക്
പലപ്പോഴും പേടിയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും കംഫർട്ട് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നതിലാണ് ബ്രെയിൻ ഒരു സമാധാനം കണ്ടെത്തുന്നത്. അപ്പം അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ബ്രെയിനിനെ പേടിച്ചു പോവാണ്. ഇതിപ്പോ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ആണ്, ഇത് ഞാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്കൊരു തോന്നല് വരും. അതുപോലെ എപ്പോഴും അൺനോൺ ആയിട്ടുള്ള കാര്യത്തിൽ നമ്മളൊരു പേടിയോട് കൂടിയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടൊക്കെയാണ് മാറ്റത്തെ നമുക്ക് പേടി. അതുപോലെ ഈ ഫെയിലിയറിനെ ഭയപ്പെടുന്ന ഒരു അവസ്ഥ, നമുക്ക് കൺട്രോൾ പോകും, അതായത് ലോസ് ഓഫ് കൺട്രോളിലായി പോകുക എന്നുള്ളൊരു പേടി. അത് പുതിയൊരു സിറ്റുവേഷനിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും, അവിടെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും, അത് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് കുട്ടിയെ കൂടുന്നതായിരിക്കോ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ആകെ പ്രയാസപ്പെടുമോ എന്നൊക്കെ കൂടി ചിന്തിച്ചിട്ട് ആ സിറ്റുവേഷന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോവുക എന്നൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു പേടി. അതുപോലെ കംഫർട്ട് സോൺ അറ്റാച്ച്മെന്റ്, അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലെ. നമ്മൾ ഇരിക്കുന്നത് സേഫ് ആണെങ്കിൽ നമുക്ക് അവിടെ വിട്ട് പോകാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇതുപോലുള്ള ഒരുപാട് പേടികൾ ഉണ്ടാവും. ചെല്ലുന്ന സ്ഥലം എങ്ങനെയാണ്, നമ്മൾക്ക് ഓക്കെ ആവോ, നമ്മളവിടെ ഫിറ്റ് ആവോ, നമ്മുടെ കൂടെ ഉള്ളവർ എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ കൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് പേടിയാണ്. അത് പുതിയൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും അങ്ങനെ എന്തൊക്കെ റിസ്കുകളാണ് അതിനകത്ത് വരും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഒക്കെ എന്തൊക്കെ റിസ്കുകൾ അതിന്റെ പിന്നെ ഭാഗമായിട്ട് വരും, നമുക്ക് അതൊക്കെ ഫേസ് ചെയ്യാൻ കഴിയോ എന്നൊക്കെ കൂടിയുള്ള പേടി. പിന്നെ നെഗറ്റീവ് പാസ്റ്റ് എക്സ്പീരിയൻസ്, ചിലപ്പോൾ പുതിയതായിട്ട് ഒരു കാര്യം തുടങ്ങും അല്ലെങ്കിൽ പുതിയതായിട്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു മോശം അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതെന്താണ്, പുതിയ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർക്ക് ആ പേടി ഉണ്ടാവും. ഇത് പണ്ട് ചെയ്തതുപോലെ തന്നെ ആയി പോവോ, അന്ന് ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടതല്ലേ. പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ ഈ പുതിയൊരു സ്ഥലത്തേക്ക് ഇപ്പൊ നമുക്കൊരു ജോലിയിലൊക്കെ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോഴൊക്കെ പ്രൊമോഷനൊക്കെ നമുക്ക് ഹാപ്പിയാണ്. പക്ഷെ അതേസമയം അവിടെയുള്ള നമ്മുടെ ബോസ് എങ്ങനെയായിരിക്കും, ബാക്കിയുള്ളവർ എങ്ങനെയായിരിക്കും, അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ലീവ് ഒക്കെ കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള പല പല നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് പേടികൾ. അതുകൊണ്ടാണ് ഇവർക്ക് ചേഞ്ച്, എപ്പോഴും മാറ്റത്തിന് നമ്മൾ എന്താണ് ഒരു ഡേഞ്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അല്ലെ. ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഡേഞ്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമുക്ക് മാറ്റം എന്ന് പറയുമ്പോഴത്തേനും ഒരു പേടി നമ്മുടെ ഉള്ളിൽ വന്നു പോകുന്നത്. അതുപോലെ ഡോണ്ട് ബി ടു ഹാപ്പി, നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് അത് അല്ലെ. ഒരുപാട് ചിരിക്കരുത്, ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ എന്താണ്, കരയേണ്ടി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത്. ഒരുപാട് ചിരിച്ചാലും ഇല്ലെങ്കിലും കരയേണ്ട സമയത്ത് നമ്മൾ കരയേണ്ടി വരും എന്ന് കരുതി ഹാപ്പി ആവാണ്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. നമ്മൾ അത് തിരിച്ചറിയാം. ഹാപ്പി ആവുന്ന മൊമെന്റിൽ നമ്മൾ ഹാപ്പി ആവുക. കരച്ചിൽ എന്തായാലും എന്റെ സമയത്ത് വന്നു, ആ സമയത്ത് നമ്മൾ കരയാം. അല്ലെങ്കിൽ എന്തെങ്കിലും കരയേണ്ടി വരുമെന്ന് ആലോചിച്ചിട്ട് വെള്ള ചിരിയും കൂടെ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം ചിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ മെന്റൽ ഹെൽത്തിനൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ അതുവഴി റിലീസ് ചെയ്യും. നമ്മൾ കുറച്ചും കൂടെ എന്താണ് ഓക്കെ ആയിട്ട് മാറും. അപ്പോ പിന്നെ ചിരിക്കാൻ പോലും നമ്മൾ പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ പല പാഠങ്ങളും പലരും നമ്മളെ പഠിപ്പിച്ചു പോയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല. അതുപോലെ ഐ ഡോണ്ട് ഡിസേർവ് ഹാപ്പിനെസ് ആൻഡ് സക്സസ്, ഞാൻ അത്രയൊന്നും അർഹിക്കുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ചെറുപ്പത്തിലേ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ പാവങ്ങളാണ്, നമ്മൾ അങ്ങനെയൊന്നും ഇതാവുന്നില്ല, അത്രയും നമ്മൾ അർഹിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പോലും ഇവരത് ഉപയോഗപ്പെടുത്തൂല. കാരണം നമ്മളിപ്പോ അതിനെ മാത്രം വളർന്നോ, നമ്മുടെ ലൈഫ് എപ്പോഴും ഒരുപോലെ ആയിരിക്കൂല. അവസരങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യണം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസരം ഇവർക്ക് ഉണ്ടെങ്കിൽ പോലും എന്താണ്, ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ ഇവർക്കൊരു ധൈര്യം ഉണ്ടാവില്ല. നമുക്ക് ഇത്രേ അർഹിക്കുന്നുള്ളൂ, അതായത് അവർക്ക് കിട്ടാനുള്ള ആകാശത്തെ അവരെന്നെ വെട്ടിച്ചുരുക്കുന്ന ഒരവസ്ഥ അല്ലേ. അതുപോലെ ഇറ്റ്സ് ടു ലേറ്റ് ടു സ്റ്റാർട്ട്, ഞാനിപ്പോ വീണ്ടും തുടങ്ങാനുള്ള സമയമൊക്കെ ഒരുപാട് വൈകിട്ടുണ്ട്, ഇനിയിപ്പോ ഞാനത് തുടങ്ങിയിട്ട് എന്താണുള്ളത്. ഇപ്പോ പഠനം നിന്ന് പോയവരാണെങ്കിലൊക്കെ വിചാരിക്കും ഇനിയിപ്പോ ഇത്രയൊക്കെ പ്രായമായി, ഇനിയിപ്പോ ഞാൻ പഠിച്ചിട്ട് എന്താ, ഇനിയിപ്പോ ഞാൻ പഠിച്ചിട്ട് എന്താവാനാ, എവിടെ എത്താനാ, ഇനിയിപ്പോ അതിനുള്ളൊരു സമയമൊക്കെ ഉണ്ടാവുന്നത്. അത് ശരിക്കും വളരെ മോശമായിട്ടുള്ള ചിന്താഗതിയാണ്. നമുക്ക് നല്ല കാര്യങ്ങൾ തുടങ്ങാൻ അത് പ്രത്യേകിച്ച് ഒരു സമയത്തിന്റെ കാര്യമൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങാം, നല്ല കാര്യങ്ങൾ സംഭവിക്കാം അല്ലെ. അപ്പൊ അതിന് ആരെയും പ്രത്യേകിച്ച് ഇങ്ങനെ കാത്തിരിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ പ്രായമായി നമ്മൾ സ്വയം വിചാരിക്കാണ്ടെന്നാ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനൊരു ധൈര്യം കിട്ടും. പ്രായമായി എന്ന് സ്വയം വിചാരിച്ചിട്ട് ഒതുങ്ങിക്കൂടിയാണെങ്കിൽ പിന്നെ ഒന്നും നടക്കുകയില്ല. പിന്നെ അതുപോലെ തന്നെ ഐ എം നോട്ട് സ്മാർട്ട് ഇനഫ്, അത് എങ്ങനെ വന്നതാ, ചെറുപ്പത്തില് നമ്മളോട് ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ടാസ്ക് ചെയ്യുമ്പോൾ പാളി പോയിട്ടുണ്ടാവും. അപ്പൊ ഒരാട് എന്നെ കൊണ്ട് കുട്ടിയൊക്കെ കൊടുത്ത് എന്തിനതിനൊക്കെ മെനക്കെടാൻ നിൽക്കുന്നത്, വെറുതെ അറിയാവുന്ന പണിക്ക് പോയാൽ പോലെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും മൊത്തത്തിൽ കളിയാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഈ കുഞ്ഞു മനസ്സ് വിചാരിക്കുന്നുണ്ടാ,
നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകരുത്. പിന്നെ അറിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ചിന്താഗതിയോടുകൂടി മുന്നോട്ട് വരികയാണ്. അപ്പൊ പുതുതായിട്ടൊന്നും ട്രൈ ചെയ്യാനുള്ള ധൈര്യം ഇവർക്ക് ഉണ്ടാവില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, പിന്നെ എന്തിനാ വെറുതെ ഞാൻ ബാക്കിയുള്ളവരുടെ കളിയാക്കൽ കേൾക്കുന്നത്? അതിന്റെ ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അതല്ലാതെ ഒരാൾ പറഞ്ഞിട്ടില്ല എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ, നീ ചെയ്യാനുള്ള ശ്രമം കാണിച്ചല്ലോ, നീ പിന്നെ ആഹ്, അറിയോ ഇല്ലയോ എന്നുള്ളതല്ല, അതിന് വേണ്ടിയിട്ടൊരു അറ്റംപ്റ്റ് എടുത്തു അല്ലെ എന്നുള്ള രീതിയിൽ ഇയാളോട് ആരും സംസാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നോട്ട് സ്മാർട്ട് എനഫ് എന്നുള്ള ഒരു ഫീൽ വരുന്നത്. അപ്പൊ ഒരുപാട് പിന്നെ അൺടീച്ചിങ് ലെസൺസ് ഉണ്ട്. അതിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി എങ്ങനെ അതിനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് അല്ലെ. അതിനൊരു 7 സ്റ്റെപ്സ് ഉണ്ട് ഓവർകം ചെയ്യാനായിട്ട്. അതിൽ ഒന്നാമത് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ ബിലീഫ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ തിരിച്ചറിയാന്നുള്ളത്. നമുക്ക് അതിനെ കുറിച്ചൊരു സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കാന്നുള്ളത്. നമ്മൾ കാണാത്ത, നമുക്ക് പരിചയമില്ലാത്ത ഒന്നിനൊന്നും നമുക്കൊന്നും ഒരിക്കലും അതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് എഴുതണം. എന്റെ ലിമിറ്റിംഗ് ബിലീഫ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഐ എം നോട്ട് ഗുഡ് ഇനഫ് ആണെങ്കിൽ ഓക്കെ, ഐ എം നോട്ട് ഗുഡ് ഇനഫ് ടു സക്സസ്ഫുൾ, അത് എഴുതിയൊക്കെ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്. ഇനി നമ്മൾ അതിനോട് 3 ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മുടെ സ്വത്വത്തിനോട് ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ. അതായത് എവിടുന്നാണ് എനിക്ക് വിശ്വാസം വന്നത്? ആരാണ് എന്നോട് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ശരിക്കും ഇതുള്ളത് തന്നെയാണോ അതോ ഇത് എന്റെ ഒരു പേടി മാത്രമാണോ? ഈ 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം. അത് എഴുതണം, ആ ചോദ്യം, അതിന്റെ ഉത്തരവും നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരും. എവിടുന്നാണ് ഈ ബിലീഫ് വന്നത്, ആരാണിത് നമ്മളോട് പറഞ്ഞത്, ശരിക്കും ഇതുള്ളതാണോ അത് എന്റെ ഒരു പേടി മാത്രമാണോ എന്നൊക്കെ നമ്മളൊന്ന് എഴുതുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ ഇറ്റ്, ചാലഞ്ച് ദ ട്രൂത്ത് ഓഫ് ദി ബിലീഫ്. അതായത് ഈ ഒരു ബിലീഫിനെ നമ്മളൊന്ന് ചാലഞ്ച് ചെയ്യാം. കാരണം നമ്മുടെ ഉള്ളിൽ എല്ലാ ചിന്തകളും ശരിയാവണമെന്നില്ല, പലപ്പോഴും അത് ചിന്തകൾ മാത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇത് ശരിയാണ്, ഈ വിശ്വാസം ശരിയാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പ്രൂവ് ചെയ്തിട്ടുണ്ടോ? അതല്ല, ഇതെന്റെ ഒരു വിശ്വാസം മാത്രമാണ്, തെറ്റായ ഒരു വിശ്വാസമാണെന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴെങ്കിലും പ്രൂവ് ചെയ്തിട്ടുണ്ടോ? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് ഞാൻ ഈ വിശ്വാസത്തെക്കുറിച്ച്, എന്റെ ഈ ചിന്താഗതിയെക്കുറിച്ച് ഞാൻ എപ്പോഴെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? ഈ 3 ചോദ്യങ്ങൾ എഴുതുക, അതിനുള്ള ഉത്തരം നമ്മൾ എഴുതുക. അതായത് ഇപ്പൊ നമ്മളോട് ഒരാൾ വിഷമം പറയുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ടോ നമ്മുടെ സിബ്ലിങ്ങോ ഒക്കെ വിഷമം വന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ വിചാരിക്കും അപ്പൊ എന്നെ കൊണ്ട് അതൊന്നും കഴിയില്ലടാ, എനിക്ക് അത് ചെയ്യാൻ പറ്റൂല, ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാണ്, അത് നമുക്ക് നടക്കൂല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ അവരോട്? അല്ല, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, നമ്മൾ ശ്രമിച്ചിട്ടല്ലേ പിന്നെ നടക്കോ ഇല്ല എന്നൊക്കെ പറയാം, നീ അതൊന്ന് ശ്രമിച്ചു നോക്ക്, നിനക്കൂടെ അത് പറ്റും. ഈ രീതിയിൽ പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാണല്ലോ നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ വിശ്വാസത്തെ കുറിച്ച്, നമ്മുടെ ഈ ചിന്താഗതിയെ കുറിച്ച് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളോട് എപ്പോഴെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എഴുതുക. ഇനിയുള്ള കാര്യം അതിനൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഈ ചിന്താഗതിനെയൊക്കെ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യാം. അതായത് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അതാണല്ലോ നമ്മുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഐ എം ലേണിംഗ് ആൻഡ് ഇംപ്രൂവിങ് എവറി ഡേ, അല്ലെ? ഞാൻ എന്താണ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതുവഴി മെച്ചപ്പെടുന്നുണ്ട്. ഐ കാൻ ഡു ഇറ്റ്, നമ്മളെപ്പോഴും പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന് പകരം എന്ത് പറയാം? ഐ ക്യാൻ ട്രൈ ആൻഡ് ദാറ്റ്സ് ഹൗ ഐ ഗ്രോ, അല്ലെ? ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവഴി ഞാൻ എന്താണ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു ലേറ്റ്, അത് പറയുന്നതിന് പകരം എന്ത് ചെയ്യാം? ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് സംതിങ് മീനിങ്ഫുൾ, അല്ലെ? പർപ്പസ്ഫുൾ ആയിട്ടുള്ള എന്ത് കാര്യം തുടങ്ങാൻ അങ്ങനെ സമയം വൈകി എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. നമുക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നത് ആ സമയത്ത് നമ്മളത് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുന്ന തോറും നമ്മുടെ ബ്രെയിന് റീവയർ ചെയ്യപ്പെടും. നമ്മൾ ആ പഴയ ലിമിറ്റിംഗ് ബിലീഫിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കും, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കും. അതായത് ഇപ്പോ ഐ എം നോട്ട് ഗുഡ് ഇനഫിന് പകരം എന്താ പറയേണ്ടത്? ഐ എം ലേണിംഗ് ആൻഡ് ഇംപ്രൂവ്. അങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കും. അങ്ങനെ പറഞ്ഞു പഠിക്കുന്തോറും നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യപ്പെടും, നമ്മുടെ ചിന്തയും പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ മാറും. 4മത്തത് മൈൻഡ്ഫുൾനെസ് ആൻഡ് സെൽഫ് കമ്പാഷൻ ആണ്. നമ്മൾ ബാക്കിയുള്ളവരോടൊക്കെ ദയ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മളോട് ദയ കാണിക്കണം, നമ്മുടെ സെൽഫിനോട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം, പുതിയ കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോ അതൊന്നും എന്നെ കൊണ്ട് ഇപ്പൊ അത് നടക്കൂല, കുട്ടിയെ കൊടുല എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതെന്റെ പഴയ ചിന്തയായിരുന്നു, ഇപ്പൊ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ ഓക്കെ, ഞാൻ ഇതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, ഞാൻ വരുന്നെടുത്ത് വെച്ചിട്ട് കാണാം, ഫെയിലിയർ ആവാണ് ആവട്ടെ, കുഴപ്പമില്ല, എന്നാലും ഞാൻ ഇതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് വേണം? അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ജേർണലിംഗ് എഴുതുക. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ലിമിറ്റിംഗ് ബിലീഫ് എഴുതുക.
അതിനെ നമ്മൾ എന്താണ് അതിനോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അതിലുള്ള ഉത്തരങ്ങൾ നമ്മൾ എഴുതുക ഇല്ലേ. അങ്ങനെ പിന്നെ ഓരോ കാര്യത്തിനും അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. എഴുതുമ്പോൾ നമുക്ക് വ്യക്തത വരും. അതുപോലെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വേറൊരു അവസ്ഥയാണ് അല്ലേ. നമ്മൾ വളരെ കാമായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. നമ്മൾ കാമായിട്ട് കുറെ നേരം ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ഉള്ളിലെ ഫോക്കസും കാര്യങ്ങളൊക്കെ കൂടും. നമ്മുടെ ഉള്ളിൽ കുറെ പോസിറ്റിവിറ്റി വന്ന് പറയും. അപ്പൊ നമ്മുടെ ചിന്താഗതിനെ അത് ബാധിക്കും. നമ്മള് ചുറ്റും കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്. അഫർമേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. നേരത്തെ നമ്മൾ റീപ്ലേസ് ചെയ്ത വേർഡ്സ് പറഞ്ഞില്ലേ, അത് തന്നെ. അതെന്ത് ചെയ്യാ, ഒരു ക്യാമറക്ക് മുന്നിൽ അല്ല ഒരു സോറി മിററിന് മുന്നിൽ നിന്നിട്ട് നമ്മൾ പറയാം. അത് നിരന്തരം നമ്മളെ നോക്കിയിട്ട് നമ്മളോട് തന്നെ എങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ബ്രെയിന് പ്രിവയർ ചെയ്യപ്പെടും. അപ്പൊ ജേർണലിംഗ്, മെഡിറ്റേഷൻ ആൻഡ് അഫർമേഷൻ. അടുത്തത് ടേക്ക് സ്മോൾ കറേജിയസ് ആക്ഷൻ ഇല്ലേ. ആക്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്ത് കാര്യത്തിലും നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ അത് നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എഴുതിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ബ്രെയിനെ പ്രൂവ് ചെയ്യാൻ പറ്റുക അത് അങ്ങനെയൊന്നും അല്ല, അത് ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ചിന്താഗതികൾ ഇങ്ങനെ വരും. പറ്റൂല കേട്ടോ, നടക്കൂല കേട്ടോ, അതുകൊണ്ട് കഴിയൂല കേട്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ബ്രെയിനോട് പറയും സി ദാറ്റ് ബിലീഫ് ഇസ് ട്രൂ എനിമോ എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതിന് എന്ത് വേണം, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഒരാൾക്കൊരു സദസ്സിന് സംസാരിക്കാൻ പേടിയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ചെറിയ രീതിയിൽ തുടങ്ങണം. ആദ്യം ഒരു 2-3-4 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാം. അത് പിന്നെ 5 ആക്കണം, 10 ആക്കണം, പിന്നെ അത് 15-ഉം 20-ഉം ആക്കാം. അങ്ങനെയാണ് ആ ഗ്രൂപ്പ് വലുതാക്കി കൊണ്ടുവരാം. അങ്ങനെയാണ് നമുക്കതിനെ മറികടക്കാൻ പറ്റുക ആ ഒരു ടാസ്കിന്. അപ്പോഴാണ് നമ്മുടെ ബ്രെയിനോട് നമുക്ക് പറയാം ഇത് കണ്ടോ, ഇതൊരു തെറ്റായ ചിന്തയായിരുന്നു, ശരിക്കും ഞാൻ അല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തും. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സപ്പോർട്ടീവ് പീപ്പിൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നെഗറ്റീവ് അടിക്കുന്ന കുറെ പേരുണ്ടാവും. ഞാൻ പുറത്തുള്ള ആളുകൾ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ വീട്ടിനകത്തുണ്ടാവും. നമ്മുടെ പാരന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും, ചിലപ്പോൾ സിബ്ലിങ്സ് ആയിരിക്കും, ചിലപ്പോൾ സ്പോസ് ആയിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും, ആര് വേണമെങ്കിലും ആവും, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ കുറെ അമ്മാവന്മാരും അമ്മായിമാരും ഇല്ലേ നെഗറ്റീവ് അടിക്കുന്നത്. ആ പക്ഷെ ആരാണെങ്കിലും ഈ നെഗറ്റീവ് പറയും. ഇപ്പൊ നമ്മുടെ വീട്ടിനകത്തുള്ളവർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരോട് മിണ്ടാണ്ടിരിക്കാനോ അവരെ കാണാണ്ടിരിക്കാനോ ഒന്നും പറ്റൂല അല്ലെ. അതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അവിടേക്ക് നമ്മൾ എന്താ ചെയ്യാം, അവരോട് ഇരിക്കൊക്കെ വേണം. അവർക്ക് കൊടുക്കാനുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ അതേസമയം നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നമ്മൾ കീപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാനുകൾ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഭയങ്കര പിന്നെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ, ഇതൊന്നും അവരോട് പറയാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളെ സ്വത്വത്തോട് ചെയ്യുന്നൊരു നീതി. കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാല് അവരെല്ലാം എന്താണ് കാര്യങ്ങൾ കണ്ടിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ശരിക്കും അവരുടെ ഉള്ളിൽ ട്രിഗർ ആണ് അവരിലൂടെ റെസ്പോണ്ട് ചെയ്ത് വരുന്നത്. അപ്പൊ അവരെ ഏതോ ട്രിഗറിലാണ് ഇത് വർത്താനം പറയാം. അവരെപ്പോഴും നെഗറ്റീവ് അടിച്ചിട്ടായിരിക്കും. അത് പോലട്ടോ, അപ്പൊ ചെയ്താൽ ഇങ്ങനെ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, ഈ രീതിയിലാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ പറയാം. അതോടുകൂടി നമ്മൾ ആകെ ഡ്രെയിൻഡ് ആവും. അപ്പൊ വെറുതെ അവരോട് നമ്മളെ പ്ലാനുകളോ കാര്യങ്ങളോ ഒന്നും പറയാൻ നിൽക്കണം. അവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും ഒരു ബൗണ്ടറി അവർക്ക് മുന്നിൽ വെക്കണം. മറ്റത് നമ്മൾ ആകെ നെഗറ്റീവ് ആയി പോകും, നമുക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പൊ ചിലതൊക്കെ ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും നമ്മുടെ സ്പോസ് ആണെങ്കിലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണെങ്കിലും അവർ നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളാണെങ്കിൽ അവരിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പോസിറ്റിവിറ്റി ഉള്ള ആളുകളായിരിക്കണം. അങ്ങനെയുള്ള ഗ്രൂപ്പിലാണ് നമ്മൾ ഇടപെടേണ്ടത്. അപ്പോഴാണ് അവരുടെ ഒരു ആകത്തുകയായിരിക്കും നമ്മളും. അവർ നല്ല ബുദ്ധിമാന്മാരാണെങ്കിൽ നമ്മളും ക്രമേണ ഒരു കാര്യം കാണുമ്പോൾ ജസ്റ്റ് നോക്കുന്നതിന് പകരം അതിന്റെ എല്ലാ വശങ്ങളും നോക്കാൻ പഠിക്കും. കുറച്ച് നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ലൊക്കെ കൂടും. പിന്നെ കുറച്ച് എന്താ പറയുക എഴുത്തും വായനയും അങ്ങനെയുള്ള ഒരു ടീമിന്റെ കൂടെ ആണെങ്കിൽ നമ്മളും ക്രമേണ എന്താണ് വായിച്ചു തുടങ്ങും, എഴുതാനൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണോ അവരുടെ ഒരു ആകത്തുകയായിട്ട് മാറും നമ്മൾ. 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് എന്നാണ് അല്ലേ. എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലെ. ട്രാൻസ്ഫോർമേഷൻ ടേക്സ് ടൈം. ഒന്നും ഒരു സുപ്രഭാതത്തിൽ നടക്കൂല. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്, അല്ലെങ്കിൽ പ്രാക്ടീസ് മേക്ക് ഇംപ്രൂവ്മെന്റ് എന്നാ പറയും. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ റീപ്ലേസ് ചെയ്യാനുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ജേർണലിംഗ്, മെഡിറ്റേഷൻ, അഫർമേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ കാര്യം ഞാൻ പറഞ്ഞു, 10-30 വർഷം ഞാൻ ഒരേ ബിലീഫിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ശരിയാണെന്ന്. പിന്നെ ശരിയല്ലാന്ന് പിന്നെ ആണ് തിരിച്ചറിഞ്ഞത്. 2-3 വർഷത്തിൽ ആയിട്ടുള്ളൂ ഞാൻ തിരിച്ചറിഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ അതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു സുപ്രഭാതത്തിൽ എനിക്ക് മാറ്റാൻ കഴിയില്ല. കാരണം ഞാൻ എന്തോ കാര്യങ്ങൾ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് ചെയ്തപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് നല്ലൊരു ഗുണമാണ്. പക്ഷെ അതിങ്ങനെ പിന്നെ ഞാൻ വളരും തോറും ആ വിശ്വാസം കൂടെ വളർന്നു.
അത് പെട്ടെന്ന് അങ്ങ് കടക്കിൽ വെട്ടിമാറ്റാന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ പതുക്കെ പതുക്കെ പതുക്കെയാണ് അത് വെട്ടിമാറ്റാൻ എന്നെ കൊണ്ട് കഴിയുള്ളൂ. നമ്മൾ അതിൽ തന്നെ വിശ്വസിച്ച് നമുക്ക് കഴിയുന്നുള്ളൊരു ധാരണയിൽ തന്നെ മുന്നോട്ട് വരാം. ഇപ്പൊ ഇന്ന് എനിക്ക് നല്ല ചുമയുണ്ടായിരുന്നു, ഇന്നലെയൊക്കെ സൗണ്ട് ഒന്നും ഒട്ടും ഇല്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഈ ക്ലാസ്സിനൊക്കെ പ്രിപ്പയർ ചെയ്താണ്. എന്റെ ഒരു പഴയ ചിന്താഗതി വെച്ചിട്ട് ഞാൻ വരൂല, ചുമച്ചിട്ട് എങ്ങനെയാ ക്ലാസ് എടുക്കുക, ശരിയാവില്ല എന്നിട്ട് ഞാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒഴിവാക്കുക ചെയ്യാം. പക്ഷെ എന്നിട്ട് ഞാൻ എന്താക്കി, പിന്നെ അത് പഠിച്ചവനെ ഏൽപ്പിച്ചിട്ട് ചുമക്കരുത് എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനയോട് കൂടി അങ്ങോട്ട് വന്നത്. അപ്പൊ ഇത്രയും നേരം ഒന്നും പറ്റാതെ നല്ല രീതിയിൽ തന്നെ എനിക്കത് ചുമയൊന്നും ഇല്ലാതെ നിങ്ങളെ ഡിസ്റ്റർബ് ആക്കാതെ തന്നെ പറയാൻ കഴിഞ്ഞില്ല. നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കുക എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ബാക്കിയുള്ള സംഗതികളൊക്കെ അങ്ങ് ഓക്കെ ആയിട്ട് വരും. ആ ഒരു ചിന്താഗതിയിലോട്ട് ഞാനിപ്പോ എത്തി. അപ്പൊ എന്താണ്, നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ എന്താണ് ഓക്കെ ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തൊക്കെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഒരു അവസരമാണ്. പറഞ്ഞോളൂ. നിങ്ങൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ ഇതില്? എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. താങ്ക് യു മാം. എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ, നമ്മളെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ചുറ്റും ഇങ്ങനത്തെ നെഗറ്റീവ് ആൾക്കാരും ഉണ്ടാവാറുണ്ടല്ലോ, ആലോചിച്ചു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ്. താങ്ക് യു മാം. എങ്ങനെ നേരിടണം ഇങ്ങനെ ആൾക്കാരെല്ലാം എന്നുള്ളതെല്ലാം നല്ല ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ്. വളരെ നന്നായി എടുത്തു മാം. താങ്ക് യു. താങ്ക് യു ഇഷ. അടുത്തെന്താ പറയാനുണ്ടോ ഇനി? നല്ല സെഷനായിരുന്നു മാം. എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. ഈ ആരോട് സാർ? ഇതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സമയത്ത് നമുക്ക് ശരിയാണെന്ന് തോന്നിയിരുന്ന, ഇപ്പം മാം പറഞ്ഞില്ലേ നമ്മൾ നല്ല കുട്ടിയാണെന്ന് പറയുന്നത്, അതൊരു അന്ന് നമുക്കത് നമ്മൾ എൻജോയ് ചെയ്തതാണ് അത് ആ സമയത്ത്. പക്ഷെ പിന്നീട് നമുക്ക് ആസ് വി ഏജ് ആണ് നമുക്ക് മനസ്സിലാവുന്നത് അതൊരു ട്രാപ്പാണ് എന്നുള്ളത്. നമ്മളൊരു ട്രാപ്പിനകത്ത് പെടുത്തിരിക്കുകയാണ്. ഞാൻ മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ചില വീടുകളിലൊക്കെ ചില സ്ത്രീകളുണ്ടാവും, ഇവരോട് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരില്ലെങ്കിൽ വീട്ടിലെ ഫംഗ്ഷൻ ഒന്നും നടക്കില്ല, അവരുണ്ടെങ്കിലേ സൽക്കാരം നടക്കുള്ളൂ, അവരുണ്ടെങ്കിലേ കല്യാണം നടക്കുള്ളൂ. അപ്പം എന്താ വെച്ചാൽ അവർക്ക് എവിടെയും പോകാൻ പറ്റില്ല, അവരതിനകത്ത് അങ്ങ് കുടുങ്ങിയൊക്കെയാണ്. കാരണം അവരോ അതാണ് വിശ്വസിക്കുന്നത്. അപ്പം അതൊരു വാർപ്പ് മാതൃകകൾ. ഏ വാർപ്പ് മാതൃകകൾ എന്ന് പറയാം. അത് തന്നെ, വാർപ്പ് മാതൃകകൾ. അത് എല്ലാവരോടും പറയാം അവരെ കണ്ടുപിടിക്കുക ആ എന്നുള്ളത്. പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല. ഒരു പിന്നെ ട്രാപ്പാണെന്നുള്ളത്. നമുക്ക് ഇങ്ങനെ പിന്നീട് ഇങ്ങനെ ഒരു സമയം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെല്ലാം റീപ്ലേസബിൾ ആണ്, ഈസിലി റീപ്ലേസബിൾ ആണ്. അത് വീട്ടിലായാലും വർക്ക് പ്ലേസിലായാലും എവിടെയാണെങ്കിലും പുതിയൊരാൾ വരുമ്പം, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണമാണെങ്കിൽ, ഒരു വീട്ടിൽ ഒരു മരുമകളുണ്ട് അല്ലെങ്കിൽ മരുമകനുണ്ട്, അടുത്ത ആൾ വരുമ്പം ഇയാളങ്ങ് മാറും. അപ്പം നമ്മൾ ആദ്യമേ അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നന്നായിട്ട് ജീവിക്കാൻ പറ്റും, നമ്മുടെ കാര്യങ്ങളൊക്കെ അത്രയും നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റും. എന്തായാലും നല്ല സെഷൻ. താങ്ക് യു മാം. മാം തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആ പെർഫെക്ഷനിസത്തിൻ്റെ ഓർമ്മ വന്നേ. എന്തായാലും ഞാൻ അടിപൊളി. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. താങ്ക് യു. അതെ, താങ്ക് യു. സാറ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് പണ്ട് മുതലേ നമ്മള് സ്ത്രീകളെ കുറിച്ചുണ്ടാക്കി സമൂഹം പറഞ്ഞു വെച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അതായത് ഇങ്ങനെ രാവിലെ കുളിച്ച് കുറി തൊട്ട് തുളസി കതിരൊക്കെ ചൂടി അടുക്കളയിൽ കയറി വീട്ടിലെ പണികളൊക്കെ ചെയ്ത് വീട്ടിലെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഞാൻ ഓടി നടന്ന് പണിയെടുത്ത് എല്ലാവരുടെ അടുത്തേക്ക് എത്തുന്ന ആള് നല്ല മരുമകളാണ് അല്ലേ? ആ ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ബാക്കിയുള്ളവർ നമ്മളെ ശരിക്കും എന്താണ് മുതലെടുക്കുകയാണ്. നമ്മൾ അത്രയും അവരുടെ സർട്ടിഫിക്കറ്റ് നല്ല മരുമകളാവാൻ നോക്കണ്ട. നമ്മൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒക്കെ നോക്കിയിട്ട് ഒരു പാകത്തിനൊക്കെ വീട്ടുപണികളും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. കാരണം ഈ പ്രൊഫസർ പറഞ്ഞ പോലെ എല്ലാം ഈസിലി റീപ്ലേസബിൾ ആണ്. നമുക്ക് കുറെ കഴിയുമ്പോഴാണ് ഇതൊരു ട്രാപ്പാണ്, നല്ല മകൾ നല്ല മരുമകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും ട്രാപ്പാണ്, നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ഒരു വലിയ ട്രാപ്പാണ്. റിസൾട്ട് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സിനിമ ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ലേഡീസിന് അല്ലേ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്ട്രെങ്തൻ ആക്കണം പറഞ്ഞില്ലേ, നെഗറ്റീവ് ആൾക്കാരെ
കമന്റിന് എടുക്കുന്നത്. അത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നത് ഈ ജേർണലിംഗ് മാത്രമാണ് മാം. ജേർണലിംഗ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ്. കാരണം നല്ലതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ആ സെൻസിൽ അത് എടുക്കാൻ കഴിയില്ല. എന്നാലും നമുക്കൊരു എപ്പോഴും ഈ കേട്ടോണ്ടിരിക്കുമ്പോഴേക്ക് നമുക്കൊരു ഇതാവുന്നില്ലേ, ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ടാവാറില്ലേ? എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന പീപ്പിൾ നമ്മളെ ചുറ്റും ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മളെ ശരിക്കും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ശകാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ലേ എന്നും? ഏതൊരു ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള ചിലപ്പോ ആൾക്കാരുണ്ടാകുമ്പോ പ്രായം എങ്ങനെ ചെന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ടാവും. നമുക്ക് എപ്പോഴും നമ്മൾ സ്ട്രെസ് ഉണ്ടാവാറില്ല ഉണ്ടാവും. നമ്മൾ ആ ആദ്യം സമയത്ത്? ചെയ്യേണ്ടത് ഉം. അവരെന്ത് നമുക്ക് മനസ്സിലാക്കുക, അവരിങ്ങനെയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഉം. അവരെടുത്ത് നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാൻ പോകുമ്പോഴാണ് പ്രയാസം വരിക. അവരിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട, അവരിങ്ങനെയാണ് നമ്മൾ സ്വയം ഉൾക്കൊള്ളുക. അവിടുന്ന് ആ റിപ്ലൈ വരുള്ളൂ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ ആവശ്യത്തിനൊക്കെ സംസാരിക്കാം. അതിനപ്പുറത്തേക്ക് നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും അവരോട് ഷെയർ ചെയ്യാൻ പോകരുത്. അത് ഫാമിലിക്കകത്ത് വീടിനകത്തുള്ള ആളായ പോലും. കാരണം അത് അവരുടെ ഒരു എന്താണ്, അവരെന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസമാണത്, അല്ലേ? നമ്മള് ഷെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നമ്മൾ എന്ത് നന്മ ചെയ്താലും അതിന്റെ നെഗറ്റീവ് മാത്രം കാണുന്ന ആൾക്കാരുണ്ടാവില്ലേ? അതെ. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് അതാണ് എന്തായാലും അവരുടെ സ്ട്രെസ് കമന്റ് നമ്മൾ ഉണ്ടാവുമല്ലോ. മുഖവിലക്കെടുക്കണ്ട. നമ്മളത് മുഖവിലക്കെടുക്കുമ്പോഴാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നത്, നമുക്ക് നമ്മൾ വിഷമം ചെയ്യുന്ന വരുന്നത്. പോസിറ്റീവ് കാര്യങ്ങൾ അവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടൂല. അവർക്ക് കംഫർട്ട് അല്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ ചിലപ്പോൾ പഠിക്കുന്നത് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അവർ സ്ട്രെസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അവർ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ നോയിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് അവര് നമുക്ക് നമ്മൾ നേരെ എന്തെങ്കിലും പറഞ്ഞാല് അത് നമുക്ക് ഒരു ഇതുണ്ടാക്കുമല്ലോ. ചിലപ്പോ ഒരു പൊതു സമൂഹത്തിന്റെ അടുക്ക അങ്ങനെ എന്തെങ്കിലും നമ്മളോട് പെരുമാറിയാലേ ആ സമയത്ത് എന്തായാലും നമുക്കൊരു സ്ട്രെസ് ഉണ്ടാക്കുമല്ലോ, മനസ്സിനൊരു വേദന. അത് നമ്മൾ ഈ നമ്മളിങ്ങനെ നമ്മൾ ഈ പറയുന്ന വ്യക്തി ആദ്യം പറഞ്ഞതന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം മാം പറഞ്ഞതൊക്കെ ശരിയാണ്. ഇപ്പൊ വീടിനകത്ത് ചിലപ്പോ ഇല്ലോസ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ അല്ലെ, മദർ ഇല്ലോ ഉം ഒക്കെ അല്ലെ, അങ്ങനെ ഉം ഇല്ലോസ് ഒക്കെ അധികം അങ്ങനെ കാണാറുണ്ട്. ഇപ്പൊ മരുമക്കള് പഠിക്കുന്നത് അല്ലെങ്കിൽ ജോലിക്ക് ഉം പോകുന്നത്, അവരൊന്ന് അവരുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യുന്നൊന്നും ഇഷ്ടപ്പെടാതെ ആ പഴഞ്ച ചിന്താഗതിയിൽ നിൽക്കുന്നവരുണ്ടാവും. ഉം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഇവര് മാറാൻ പോകുന്നില്ല. ഇവര് ഉം മാറിയിട്ട് നമ്മുടെ ലൈഫ് നന്നാക്കാനും പോകുന്നില്ല. നമ്മുടെ പിന്നെ മെന്റൽ ഹെൽത്തിനും തിരിച്ചു പിടിക്കാൻ പോകുന്നില്ല. ഇവര് മാറിയിട്ട് ഇവര് മാറൂല. പകരം ഉം എന്ത് ചെയ്യാം, അവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക. ഉം അവരിങ്ങനെ പറയുള്ളൂ, അവരിങ്ങനെ ചിന്തിക്കുള്ളൂ, നമ്മളെ അക്സെപ്റ്റ് ചെയ്താൽ മതി. കാരണം ഉം നമ്മളെ ഉം പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് അവരെടുത്ത് നിന്ന് നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് പോവണ്ട. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ ഈ ചുമരെന്തെങ്കിലും പറയോ നമ്മളോട്, ഇല്ലേ? അതുപോലെ വിചാരിച്ചാൽ മതി. അവരെ നമുക്കത് ഒരു എന്താ പറയാ, അവരോട് പ്രത്യേകിച്ച് ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് വേണ്ട. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് മുഖവിലക്ക് എടുക്കാൻ തോന്നും. അല്ല, ഈ അവരെന്തോ കേൾക്കുന്ന പറഞ്ഞോട്ടെ. ചുറ്റുപാടുള്ളവർ എന്ത് കരുതും എന്നുള്ള ചിന്ത നമ്മ വരുന്നില്ലേ? അവർ അത് നമ്മളെ കുറിച്ച് ക്രമേണ ഇങ്ങനെ പറയുമ്പോ ആ ചുറ്റുപാടുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് കരുതും എന്നുള്ള ഒരു ഈ ചിന്ത നമ്മൾ അതെ, അത് ശരിയാണ് മാം പറഞ്ഞത്. ഉം ചുറ്റുപാടുള്ളവരും കൂടി നമ്മൾ മോശമായിട്ട് ചിന്തിക്കൂലേ ഉം എന്നുള്ളത്. ഉം ആ, അത് കാലം തെളിയിക്കും. പല കാര്യങ്ങളും ഉം അങ്ങനെയല്ലേ. ഉം നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടണ്ട. നമ്മുടെ ഉള്ളിൽ ഒരു ശരി ഉണ്ടെങ്കിൽ അതെന്തായാലും ഒരു ദിവസം പുറത്തു വരും. അതെല്ലാവരുടെ ഉള്ളിലും പുറത്ത് എല്ലാവരുടെയും കൺമുമ്പിലൂടെ തന്നെ ആ സത്യം അത് പുറത്തോട്ട് വരും. നമ്മൾ അതുവരെ ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്താൽ മതി. നമുക്ക് ആ പ്രോസസ്സിനെ നമ്മൾ ബിലീവ് ചെയ്താൽ മതി. കാലം തെളിയിക്കുന്നുള്ള ആ ഒരു പ്രോസസ്സിനെ നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. എല്ലാവരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട. ഇങ്ങനെ പറയുന്നവരുടെ എന്താണ്, അവരുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ ഒരിക്കലും മുഖവിലക്കെടുത്ത് പോകരുത്. കാരണം അവരുടെ ഉള്ളിൽ ട്രിഗറാണ് സംസാരിക്കുന്നത്, അല്ലെ? കാലം കൊണ്ട് ചിന്ത മാറും. അതന്നെ അത്ര യെസ് തന്നെയുള്ളൂ. നമ്മളത് അയ്- മുഖവിലക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് പ്രയാസം വരുന്നത്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ ചേർക്കുക. ഒന്ന്, ആ, നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ പഠിക്കണം, പക്ഷെ എൻഗേജ് ആവരുത്. എന്ന് വെച്ചാൽ, ഇപ്പം എന്നോടൊരാൾ സംസാരിക്കുകയാണ്, സംസാരിക്കുന്ന ആൾക്ക് തോന്നണം ഞാനത് കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കണ്ട. അങ്ങനെ അതെ. പഠിക്കണം. രണ്ടാമത്തത്, നിങ്ങളിപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അവസാനം പറഞ്ഞ, അതായത് ഇത് നിങ്ങളെ പറ്റി ഒരാൾ ഇങ്ങനെ പറയുമ്പം ചുറ്റും നിൽക്കുന്ന ആളുകൾ അത് കേൾക്കുന്നുണ്ട്, അവർ നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇവരെ അറിയുന്നത് പോലെ തന്നെ അവർക്കും അറിയാം. മനസ്സിലായോ? നിങ്ങൾക്കറിയാം അവരുടെ സ്വഭാവം എന്താന്ന്. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം.
അപ്പം നിങ്ങൾ എത്രത്തോളം വിലയാണോ അവർ പറയുന്നതിന് കൊടുക്കുന്നത്, അതേ വില തന്നെ മറ്റുള്ളവരും കൊടുക്കുള്ളൂ. അപ്പം അവർ കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ അവരും എടുക്കുന്നുണ്ടാവില്ല. അത് നമ്മളെ തോന്നൽ മാത്രമാണ്. കാരണം അവർ എല്ലാവരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളല്ലേ. നിങ്ങളുടെ അടുത്ത് മാത്രമല്ലല്ലോ, എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല അവരുടെ പെരുമാറ്റം. അപ്പം അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞാലും നിങ്ങളത് മുഖവിലേക്ക് എടുക്കാത്തത് പോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും എടുക്കില്ല എന്ന് വിചാരിക്കുക, വിശ്വസിക്കുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ അവരത് പറഞ്ഞത് പറഞ്ഞോട്ടെ. അതുപോലെ ആ പറയുന്നത് എന്നെയല്ല മോശക്കാരിയാക്കുന്നത്, പറയുന്ന ആളെയാണെന്ന് വിചാരിച്ചാൽ മതി. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ അതെ, അതെ, സത്യം അതെ. അങ്ങനെ ആയിരിക്കില്ല. ഇപ്പൊ നേരത്തെ മാം പറഞ്ഞ പോലെ സത്യം അതായിരിക്കില്ല. നമ്മൾ ഈ ഹലോ മാം, ഞാനും കൂടി ഒരു കാര്യം പറഞ്ഞിട്ടെ. പറഞ്ഞു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോ പറയാൻ വിചാരിച്ചത്, മാം ഒരു ഡൗട്ട് ചോദിച്ചല്ലോ. ഇപ്പൊ ഒരു അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ളവര് നമ്മളെ ഒരു വേറൊരാൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻലോസോ നമ്മുടെ റിലേറ്റീവ്സോ നമ്മളെ കുറ്റം പറയുമ്പോൾ അവര് മറ്റുള്ളവരും കൂടെ നമ്മൾ എന്ത് ചിന്തിക്കും എന്ന് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുന്നു. അത് ശരിക്കും ഒരു വലിയ കാര്യമാണ്. അത് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നടക്കുന്ന ഒരു പ്രശ്നമായത്. അതായത് നമുക്ക് ഇപ്പൊ സാർ പറഞ്ഞതുപോലെ അവര് എന്ത് വേണേലും ചിന്തിച്ചോട്ടെ, നമ്മൾ നമ്മളായിരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഒരു ആക്റ്റീവ് ലിസണർ ആവുക. നമ്മൾ അതെല്ലാം സമ്മതിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അത് എന്നൊരു തോട്ട് മറ്റുള്ളവരിൽ ഉണ്ടാക്കുക. പക്ഷെ അതൊരു ഈസി ആയ പ്രോസസ്സ് അല്ല. അത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ ആദ്യം കുറെ ചേഞ്ചസ് ഉണ്ടാക്കണം നമ്മൾ. അതിനാണ് നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ അത് സഫർ ചെയ്യുന്ന സമയത്ത് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ റെഡി ആവണം. അല്ലാതെ നമ്മൾക്ക് മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പം നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യുക, എന്നിട്ട് നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നോക്കുക. അതാണ് ഏറ്റവും ഈസി. മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒത്തിരി സഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, ഞാൻ പറഞ്ഞ തന്നെയാണ് ശരി അല്ലേ. നമ്മളത് അവരവരായിട്ട് വേണം, നമ്മളെ തോട്ട് പ്രോസസ്സിലുള്ള ഒരു മാറ്റം വരുത്തിയാൽ മതി, അത്രേ ഉള്ളൂ. കാരണം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പ്രൊഫസർ പറഞ്ഞ പോലെ ലിസൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാം, പക്ഷെ നമ്മൾ അതിനകത്ത് എൻഗേജ്ഡ് ആവാതിരിക്കുക. പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ ഭയങ്കര പ്രയാസമാണെന്നായിരിക്കും ഇപ്പൊ ചോദിച്ച മാം വിചാരിക്കുന്നുണ്ടാവും. ഒക്കെ ഇങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഓരോ ദിവസം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്തൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും. കാരണം ഇത്രയും ആൾക്കാരുടെ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര പ്രയാസം നിറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്കത് മനസ്സിലാവും. ഇനി നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. എന്ത് പറയാനുണ്ടോ? പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതുണ്ട്, ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യാനുള്ള ഒരു ചാർട്ട് ഉണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് എന്തൊക്കെ ലിമിറ്റിംഗ് ബിലീഫ് ആണുള്ളത് നമുക്ക് നമ്മളെ സ്വയം ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതി ഉണ്ട്. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോളാം. ഓക്കെ, താങ്ക് യു ഷഫീദ മാം. താങ്ക് യു സജ്ന മാം. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു.